നമസ്കാരം. ജനമോഹൻ ടി വി വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ 16 മുതൽ 22 വരെയുള്ള ഫലങ്ങൾ. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ചേർന്നിട്ടുള്ള മേടക്കൂറ്. ധനപരമായി നേട്ടങ്ങളുണ്ടാകും. അമിത ആത്മവിശ്വാസത്തോടെ പണം മുടക്കി ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും. പുതിയ ജോലി ലഭിച്ചേക്കാം. ജോലി തേടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കാർത്തികയുടെ അവസാനത്തെ 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ 2ാം പാദം വരെയുള്ള ചേർന്നിട്ടുള്ള ഇടവക്കൂറ്. ധനപരമായ നേട്ടങ്ങളുണ്ടാകും. വിദ്യാനേട്ടം ഉണ്ടാകും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർവ്രതത്തിൻ്റെ ആദ്യത്തെ 3 പാദവും ചേർന്നിട്ടുള്ള മിഥുനക്കൂറ്. അതിസാമർഥ്യം മൂലമുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ധനപരമായ നേട്ടം ഉണ്ടാകുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കും. യാത്രകൾ കൂടുതലായി ഉണ്ടാകും. കർമ്മരംഗത്ത് പ്രയാസങ്ങൾ നേരിട്ടേക്കാം. പുണർവ്രത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും ചേർന്നിട്ടുള്ള കർക്കിടകക്കൂറ്. യാത്രകൾ ഗുണം ചെയ്യും. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാകാം. കുടുംബവുമൊത്ത് മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരമാണ്. പുതിയ ജോലി ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകും. മകനക്ഷത്രവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദവും ചേർന്നിട്ടുള്ള ചിങ്ങക്കൂറ്. കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും. എവിടെയും വിജയമുണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. പുതിയ ഗ്രഹം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയമാണ്. വിദ്യാപരമായി ഉയർച്ച ഉണ്ടാകും. അന്യരുടെ പ്രീതി ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രമങ്ങളുണ്ടാകും. ഉത്തരം നക്ഷത്രത്തിൻ്റെ 3/4 പാദവും അത്തവും ചിത്രയുടെ പകുതി നക്ഷത്രവും ചേർന്നിട്ടുള്ള കന്നിക്കൂറ്. ആവശ്യമില്ലാത്ത ചിന്തകൾ അലട്ടിയേക്കാം. കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകാം. ജോലി സംബന്ധമായി സ്ഥലം മാറ്റമുണ്ടാകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുമൂലം ജീവിത രീതിക്ക് മാറ്റം വരുത്തേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ചിത്രയുടെ പകുതി പാദവും ചോതിയും വിശാഖത്തിൻ്റെ 3/4 ചേർന്നിട്ടുള്ള തുലാം രാശി. ഭാഗ്യം അനുകൂലമായിരിക്കും. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും. നിർബന്ധ ബുദ്ധി കൂടും. രോഗ അവസ്ഥകൾക്ക് ശമനമുണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ ഉന്നതിക്കായി കഠിന പരിശ്രമം വേണ്ടിവരാം. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ള വൃശ്ചികക്കൂറ്. ഭാഗ്യം, അഭിവൃദ്ധി എന്നിവ ഉണ്ടാകും. ഉറച്ച ബുദ്ധിയോടെയുള്ള പെരുമാറ്റം മുഖേന മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമാകുകയും ചെയ്യും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. പുതിയ ജോലി അതികഠിനമായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുമുണ്ട്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദവും ചേർന്നിട്ടുള്ള ധനുക്കൂറ്. ആലോചനയോടെ പ്രവർത്തിക്കും. പ്രധാനപ്പെട്ട ചിലരുടെ സഹായം ലഭിക്കും. കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രയാസങ്ങൾക്ക് ശമനമുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥത കുറയുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഉത്രാടത്തിൻ്റെ 3/4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1/2 പാദവും ചേർന്നിട്ടുള്ള മകരക്കൂർ. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ധനപരമായി ഉയർച്ച ഉണ്ടാകും. മനസമാധാനം ലഭിക്കും. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. പുതിയ ഗ്രഹം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേർന്നേക്കാം. അവിട്ടത്തിൻ്റെ 1/2 പാദവും ചതയവും പൂരുട്ടാതിയുടെ 3/4 ചേർന്നിട്ടുള്ള കുംഭക്കൂർ. സാമർഥ്യം വർദ്ധിക്കും. കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാകും. ഗൃഹസംബന്ധമായി ഐശ്വര്യം വർദ്ധിക്കും. ചിലവുകൾ പ്രയോജനകരമായിരിക്കും. സ്ഥിരമായ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഇടവരികയും ചെയ്യും. പൂരട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനക്കൂറും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സേവനം വർദ്ധിക്കും. ധനം എങ്ങനെയും ലഭിക്കും. കുടുംബ സംബന്ധമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കും. കർമ്മരംഗത്ത് കൂടുതലായി ശ്രദ്ധിക്കുവാൻ സാധിക്കില്ല. വിദ്യാഗുണം ലഭിക്കുകയും ചെയ്തേക്കും. ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടെ മതവിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നടത്തിയാൽ ഉണ്ടാകുന്ന ഗ്രഹദോഷങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച നേരുന്നു. നന്ദി.